എനിക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ് കേട്ടോ. അമ്മച്ചിയാണ് സത്യം. പൊങ്ങച്ചൻ പറയുന്നതല്ല, ട്രൂ ആണ്, ട്രൂ. തുണി ഉടുക്കാത്ത സത്യം. പക്ഷേ ആ അഹങ്കാരമൊന്നും എൻ്റെ 7 അയലത്തൂടെ പോയിട്ടില്ല. സാധുവ പഞ്ചപാവം. ജലദോഷം എന്ന സംഗതി എന്നെയൊന്ന് കാണാൻ കാത്തിരിക്കുകയാണ്. കണ്ടാൽ അപ്പോൾ ചാടി വീഴും. ഹായ് നല്ല മൂക്ക് എന്നും പറഞ്ഞ്. ഇത്രയും ആമുഖമാണ് കേട്ടോ. ഇനി പറയാൻ പോകുന്നതാണ് കാര്യം. ഒരു എറണാകുളം യാത്ര. തിരുവനന്തപുരത്തു നിന്നും ബസ് പുറപ്പെട്ടപ്പോൾ തന്നെ എനിക്ക് മറൈൻ ഡ്രൈവിലെ കാറ്റിന്റെ മണം കെട്ടിത്തുടങ്ങി. അപ്പോൾ മനസ്സിലേക്ക് അനുവാദമില്ലാതെ കയറി വന്നു ആ തന്തയില്ലാത്തവൻ. അവന്റെ പേരാകുന്നു പ്രണയം. പ്രണയ ചിന്തകളും മുഖമില്ലാത്ത ഒരു കാമുകിയും എൻ്റെ മനതാരിൽ തട്ടിമുട്ടി വട്ടമിട്ട് കറങ്ങി. കല്യാണം കഴിയാത്തതിനാൽ പെണ്ണ് എന്ന സംഭവം വിശോത്തരം എന്ന മൂഢ വിചാരത്തിൽ ആഴ്ന്നു പോയിരുന്ന ഞാൻ കണ്ട ലൊട്ടുലൊടുക്കുകളെ സ്വപ്നം കാണാതെ ഐശ്വര്യ റായിയെ കല്യാണം കഴിക്കുന്ന സീനുകൾ ക്രിയേറ്റ് ചെയ്തും എഡിറ്റ് ചെയ്തും പ്രിയദർശൻ സ്റ്റൈലിലുള്ള ഗാനങ്ങളിൽ വർണ്ണക്കുടകളുമായി ഐശ്വര്യ റായിയുമായി തലകുത്തിമറിഞ്ഞും മനസ്സ് രോമാഞ്ച കഞ്ചുകമാക്കി യാത്ര ആസ്വദിക്കവേ കാരേറ്റ് എന്ന സ്ഥലത്തു നിന്നും ചെമ്പിച്ച് നീളം കൂടിയ മുടിയിഴകളും ചെറുനാരങ്ങായുടെ നിറവും അല്പം തടിയുമുള്ള ഒരു സുന്ദരി പൂച്ചക്കുട്ടി പെൺമണി ബസ്സിലേക്ക് കയറുന്നത് ഞാൻ കാണാനിടയായി. അല്ലാഹുവിന്റെ കൃപയാണോ അതോ ഈശോ മിശിഹായുടെ കൃപയാണോ അതോ സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ കൃപയാണോ എന്നറിയില്ല. ആ ബസ്സിൽ ഞാനിരിക്കുന്ന സീറ്റിൽ മാത്രം ഒരാൾക്കിരിക്കാനുള്ള സ്ഥലം ഒഴിഞ്ഞു കിടന്നിരുന്നു. ദൈവം അവൾക്കായി മാത്രം ഒഴിച്ചിട്ട സീറ്റ്. വരൂ, ഇരിക്കൂ. ഞാനും ദൈവവും ഒരേ സ്വരത്തിൽ നിലവിളിച്ചു. പക്ഷേ ആ സുന്ദരിമണി ചെമ്പിച്ച മുടിയിഴകൾ, സ്വർണ്ണരോമങ്ങൾ നിരന്നു നിൽക്കുന്ന ചെറുനാരങ്ങാ നിറ കൈകൾ കൊണ്ട് മാടിയൊതുക്കി ഒഴിഞ്ഞ സീറ്റിനെ ഉച്ചാലസ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് താല്പര്യമില്ലടേ അണ്ണ എന്ന മട്ടിൽ മുന്നോട്ട് നോക്കി നിന്നു. മനസ്സിന് അപാര ശക്തിയാണ്. ഒന്നിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിതീവ്രമായ മനഃശക്തി ഉണർത്തി അതിനെ തന്നിലേക്ക് വലിച്ചാൽ മനസ്സുകൊണ്ടാണേ ലക്ഷ്യകേന്ദ്രത്തെ അനായാസം സ്വസന്നിധിയിലേക്ക് കൊണ്ടുവരാം. ഡോക്ടർ നോഹ നമ്പാട്ട് എഴുതിയ മനഃശക്തിയാൽ മനോന്മണികളെ നേരിടാം എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ പഠിച്ചതാണ് ഈ സൂത്രം. ഞാൻ ആ പൂച്ചക്കുട്ടിയെ മനസ്സിൽ ധ്യാനിച്ച് അതിതീവ്രമായി എന്നിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ചു. അവൾക്ക് നോ അനക്കം. ഈ നോഹ നമ്പാടനൊക്കെ ശുദ്ധ ഫ്രോഡാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. വായിൽ നാക്കുണ്ടല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന ആശയ സമൃദ്ധിയിലേക്ക് ഒടുവിൽ എത്തിച്ചേർന്നു ഞാൻ. ഇവിടെ ഇരിക്കാമല്ലോ, സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയല്ലേ. നാണമാനങ്ങൾ കാറ്റിൽ പറത്തി ആ വെണ്ണക്കല്ലിനെ ഞാൻ എൻ്റെ അരികിലേക്ക് ക്ഷണിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ആ സുന്ദരീരത്നം എൻ്റെ അരികിലേക്ക് വന്നിരുന്നു. എൻ്റെ കാലിൽ പതുപതുത്ത ഒരു സ്പർശം, തൂവൽ കൊണ്ടൊഴിഞ്ഞ സുഖം. എന്റെ ഇടത്തെ നെഞ്ചിൽ ഒരു കുളിര്, വലത്തെ നെഞ്ചിൽ താൽക്കാലികമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ അപരിമിതമായ സന്തോഷം പണിതുയർത്തിയ രണ്ടാം ഹൃദയത്തിലും ഒരു കുളിര്. ഇവൾ എറണാകുളം വരെ എന്റെ അടുത്ത് തന്നെ ഇരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അത്യഗാധമായി LD ക്ലാർക്ക് പരീക്ഷയുടെ അന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു UD ക്ലർക്കാ. ജലദോഷമാ കേട്ടോ, അതാ സീറ്റൊഴിഞ്ഞു കിടന്നിട്ടും വന്നിരിക്കാതിരുന്നത്. ശല്യമാവണ്ടല്ലോ എന്ന് കരുതി. അവൾ പറഞ്ഞ ആ വാചകങ്ങൾ കേട്ടപ്പോൾ നുണ പറയുന്നതാണെന്ന് കരുതി. പക്ഷേ അവളുടെ കയ്യിലിരുന്ന നനഞ്ഞ തൂവാല അവൾ സത്യസന്ധയാണെന്ന് വിളിച്ചറിയിച്ചു. എന്റെ ഉള്ളൊന്ന് കാളി. ദൈവമേ, ഈ ജലദോഷ കാളിക്കൊപ്പമാണോ ഞാനിനി? ഈ ജലദോഷം എനിക്കും പകരുമല്ലോ. എനിക്ക് രോഗപ്രതിരോധ ശേഷിയില്ലല്ലോ. അതീവ സുന്ദരിയെന്ന് ഞാൻ നനച്ചു മോഹിച്ചവൾ ഇതാ തൊട്ടു മുന്നിലിരുന്ന് മൂക്കള പിഴിയുന്നു. സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇവൾ കിളിമാനുരങ്ങാനും ഇറങ്ങും, ഞാൻ ജലദോഷത്തിൽ നിന്നും രക്ഷപ്പെടും എന്ന് വെറുതെ മോഹിച്ചു. കണ്ടക്ടർ അവളോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ ശുഭപ്രതീക്ഷയുടെ തേരിലേറി ശ്രവണപുടങ്ങളെ സന്തോഷവാർത്ത കേൾക്കാനായി റെഡിയാക്കി നിർത്തി. ഒരു എറണാകുളം ജലദോഷക്കാരി മൊഴിഞ്ഞു. ഈശ്വരാ, ഇവൾ എന്നെ കൊണ്ടേ പോകൂ. കിളിമാനൂർ എത്തിയതും അവൾ തുമ്മൽ തുടങ്ങി. ഓരോ തുമ്മലും അങ്ങ് ഉഗാണ്ട വരെ എത്തും, അത്ര തീവ്രം. ഞാൻ സൈഡിലേക്ക് ഒതുങ്ങി പുറത്തേക്ക് നോക്കി ശ്വാസം പിടിച്ചിരുന്നു. എനിക്ക് ജലദോഷം വളരെ എളുപ്പം പിടിക്കും. എനിക്ക് രോഗപ്രതിരോധ ശേഷിയില്ല. ഇവൾ പുറന്തള്ളുന്ന ഒരൊറ്റ അണുമതി എന്നെ മാസങ്ങളോളം ജലദോഷത്തിന്റെ രാജകുമാരനാക്കാൻ. ദൈവമേ, എനിക്ക് ജലദോഷം വരുത്തല്ലേ. ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അതീവ സുന്ദരിയായ ഒരു പെൺകൊടി അടുത്തിരുന്നിട്ടും തീക്കനലിൽ ചന്തി കുത്തിയിരുന്നവന്റെ വെപ്രാളമായിരുന്നു എനിക്ക്. കാരണം ജലദോഷം. താളാത്മകമായി അവൾ തുമ്മിക്കൊണ്ടിരുന്നു. ഒരു സുന്ദരി സാധാരണ പ്രണയ പരാഗ രേണുക്കളെയാണ് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നതെങ്കിൽ ഈ എരണം കെട്ടവൾ ജലദോഷത്തിന്റെ അണുക്കളെയാണ് പുറന്തള്ളുന്നത്. അവൾ അനുസ്യൂതം തുമ്മുകയും ഞാൻ അനുസ്യൂതം ശ്വാസം പിടിച്ചിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു.
അവൾ വിസർജിക്കുന്ന അണുക്കൾ എന്റെ ദേഹത്ത് കയറിയാൽ വളരെ എളുപ്പം എനിക്ക് ജലദോഷം പിടിക്കും. പിന്നെ സൈനസൈറ്റിസും ടോൺസിലൈറ്റിസും ബ്രോങ്കൈറ്റിസും മൈഗ്രെയിനും വരും. ഞാൻ നക്ഷത്രമെണ്ണും. അതുകൊണ്ട് അവളുടെ അണുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ശ്വാസം പിടിച്ചിരുന്ന് ശ്വാസം മുട്ടി ഞാൻ ചാകാറായി. ഈ ഭൂതം ഇറങ്ങിപ്പോയെങ്കിൽ എന്ന് ഞാൻ അതിഗാഠമായി ആഗ്രഹിച്ചു. നേർച്ചകൾ നേർന്നു. പക്ഷേ പൂതന ഇറങ്ങിപ്പോകുന്നില്ല. എറണാകുളത്തേ ഇറങ്ങൂ, എന്നെയും കൊണ്ടേ പോകൂ. നാശം. പുല്ലാണെങ്കിൽ തുമ്മലോട് തുമ്മൽ. ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം അവളുടെ മൂക്കള പിഴിഞ്ഞു നനഞ്ഞു കുതിർന്ന തൂവാല കാറ്റത്ത് പറന്നു വന്ന് എന്റെ മൂക്കിലിരുന്നു. അയ്യോ, എനിക്ക് ജലദോഷം ഉറപ്പ്. സൈലന്റായി കാറ്റിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചു ഞാൻ. കാറ്റിനുണ്ടോ നാണം. അത് പിന്നെയും വീശിക്കൊണ്ടിരുന്നു. നിലമേലെത്തിയപ്പോൾ എന്റെ കാലിൽ ഒരു സ്പർശം, ഒരു നനവ്. അയ്യോ, എന്താ ഇത്? ഞാൻ നോക്കിയപ്പോഴുണ്ട് ജലദോഷക്കാളി എന്റെ കാലിൽ തലോടുകയാണ്. എന്താ ഇത്? ഞാൻ കരയും പോലെ ചോദിച്ചു. അയ്യോ, ഇത് ചേട്ടന്റെ കാലായിരുന്നു. കാല് മാറിപ്പോയി. മൂക്കള പിഴിഞ്ഞ് തേച്ചതാ. ലേസ് കുതിർന്നു പോയേ. അതിലിനി പറ്റില്ല. നശിച്ച ജലദോഷം. എന്റെ പാന്റ് മുഴുവൻ അവളുടെ മൂക്കള. എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടി. അടൂരെത്തിയപ്പോൾ ഞാൻ ആദ്യത്തെ തുമ്മൽ തുമ്മി. യെസ്, ഐ ബിക്കെയിം എ ജലദോഷിസ്റ്റ്. പിന്നെ ഞാനും അവളും കൂടെ മത്സരിച്ച് തുമ്മി തുടങ്ങി. അവൾ പമ്പ് ചെയ്യുന്നത് എന്റെ ദേഹത്തും ഞാൻ പമ്പ് ചെയ്യുന്നത് അവളുടെ ദേഹത്തും പതിച്ചു. ജലദോഷ മഴയിൽ ഞങ്ങളാകെ നനഞ്ഞു. ഞങ്ങളുടെ ഈ മത്സര തുമ്മൽ കണ്ട് സഹയാത്രികർ വിചാരിച്ചത് ഇവരേതോ മിമിക്രി കലാകാരന്മാരാണ്, പുതിയ ഏതോ ഐറ്റം പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നാണ്. അവൾ ഒന്ന് തുമ്മുമ്പോൾ ഞാൻ രണ്ട് തുമ്മും. ആണുങ്ങൾ പെണ്ണുങ്ങളുടെ പിന്നിലായി പോകരുതല്ലോ. പന്തളവും ചെങ്ങന്നൂരും തിരുവല്ലയും ചങ്ങനാശ്ശേരിയും കോട്ടയവും ഒടുവിൽ എറണാകുളവും ഞങ്ങളുടെ തുമ്മൽ കേട്ട് കോൾമയർ കൊണ്ടു. എറണാകുളം ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഈ യാത്ര ഞാൻ ഒരിക്കലും മറക്കില്ല, നിന്നെയും. ഇനി തമ്മിൽ കാണുമ്പോൾ മിണ്ടാൻ മറക്കരുത്. നമുക്കിടയ്ക്കിടയ്ക്ക് ഇതുപോലെ കണ്ടുമുട്ടണം. ഞാൻ കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഒരു പുഞ്ചിരി മറുപടിയായി കൊടുത്ത് രണ്ട് തുമ്മലും തുമ്മി ആൾക്കൂട്ടത്തിനിടയിലേക്ക് മറഞ്ഞു. ഈ യാത്ര മറക്കാനോ? മറക്കില്ലടി ജലദോഷദാതാവേ. തമ്മിൽ കണ്ടുമുട്ടണം പോലും. അകന്നുപോ പിശാചേ, ഞാൻ പെറുപെറുത്തു. അതിനുശേഷം 6 മാസം കഴിഞ്ഞ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വച്ച് ഞാൻ അവളെ വീണ്ടും കണ്ടു. അപ്പോഴവൾ തൂവാല മൂക്കിലേക്ക് അമർത്തിപ്പിടിച്ച് തുമ്മുകയായിരുന്നു. ഇവൾക്ക് ഇത് തന്നെ പണി. ഞാൻ പതുക്കെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് മുങ്ങി. എനിക്ക് രോഗപ്രതിരോധ ശേഷിയില്ലേ? I got all this potential that's deep inside of me, but they hate when you're successful cause they try to be. They sit there being judgmental because you try and think